നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മസാല ബോണ്ട. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പം മസാല ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മസാല റെഡിയാക്കി എടുക്കാം. മസാല ബോണ്ടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ വെച്ചിട്ട് മസാല. ഉരുളക്കിഴങ്ങ് ഞാൻ ഈ സൈസിൽ 3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് എരിവിന് പാകത്തിനിടാം. ഞാൻ 2 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് പൊട്ടറ്റോയ്ക്കും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ സവോള ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവായ മതി. ഈ ഒന്ന് സോഫ്റ്റ് ആകുന്നൊരു പരുവം. ഇനി ഇതിലേക്ക് മസാലകളിടാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എനിക്ക് മസാല ബോണ്ടയിൽ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പെരുംജീരകം ചേർക്കുകയാണ്. പെരുംജീരകം ചേർക്കാം, അല്ലെങ്കിൽ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തു. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ചേർക്കാം. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ ഒന്ന് ഉടച്ചിട്ട് ചേർക്കുക. പൊട്ടാറ്റോ വേവിച്ചേക്കുന്നത് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. അങ്ങനെ പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. ഭയങ്കര സ്മൂത്തായിട്ട് ഉടയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ള് വളരെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കും. വളരെ കുറച്ച്. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് പൊട്ടാറ്റോ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നന്നായിട്ട് മല്ലിയില. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രമായാലും മതി. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇപ്പം മസാല എല്ലാം പൊട്ടാറ്റോയിൽ നന്നായിട്ട് കൂട്ടഡായി. ഇത്തിരി വലിയ കഷ്ണം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉടച്ച് ചേർക്കുക. ഇത് ഓഫ് ചെയ്യാം. ചൂട് മൊത്തം ആറണം. നമുക്ക് ഉണ്ട പിടിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് കൂളാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് കൂളായി. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ചൂട് മൊത്തം പോകുമ്പോഴത്തേക്കൊന്ന് മുറുകും. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ള പൊട്ടാറ്റോയും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 12 ഡിവൈഡ് ചെയ്തു. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. എണ്ണ ചൂടാക്കണം. ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ ഫൈനായിട്ടുള്ള അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 1/8 ടീസ്പൂൺ കായം പൊടിച്ചത്, ഉപ്പ് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഹീപ്ഡ് ആയിട്ട് എടുത്തത് മുളക് പൊടി.
ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ടകൾ കാണും, ഒരുപാട് കട്ട കിട്ടും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതേപോലെ തിക്കായിട്ട് തന്നെ ഇളക്കി ഇളക്കി പിന്നീട് ലൂസാക്കി എടുക്കുക. അപ്പം ഈ ഒരു അയവിൽ ഞാൻ എടുത്തു. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, കോക്കനട്ട് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ എണ്ണ ചൂടായി. നമുക്ക് ഓരോന്നും ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കാറ്. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടും. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ബോണ്ട എല്ലാം ഫ്രൈ ചെയ്തു. മസാല ബോണ്ട എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഈ അളവിൽ ഒരു 12 ബോണ്ടയാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇതേപോലെ കിട്ടും. പുറത്തൊരു കോട്ടിങ്, അകത്തെ ഫില്ലിങ് നല്ല ഇതായിട്ടും കിട്ടും. നല്ല ടേസ്റ്റി ബോണ്ടയുടെ റെസിപ്പിയാണിന്ന് ഷെയർ ചെയ്തത്. ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി, മല്ലിയിലയും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ ചട്നിയോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ടൊമാറ്റോ സോസിനോട് വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.